പിന്നെ ഫ്രണ്ട് റിയർ മിസ്റ്റ് വരുവാണെങ്കിൽ അത് കളയാനുള്ള ബട്ടൺസും കാര്യങ്ങളെല്ലാം ഉണ്ട്. എക്സ്റ്ററിന്റെ സേഫ്റ്റി സൈഡിലേക്ക് വരുമ്പോൾ നമുക്ക് 6 എയർ ബാഗ് വരുന്നുണ്ട്. സൺറൂഫ് ഓപ്പൺ ആക്കാൻ സാധിക്കും. ഈ ഒരു എക്സ്റ്ററിന് ഹ്യുണ്ടായി 3 വർഷം അൺലിമിറ്റഡ് കിലോമീറ്റർ വാറണ്ടി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. നമസ്കാരം, ഞാൻ ഡെലീസ് തോമസ്. എല്ലാവർക്കും നമ്മുടെ ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാനിപ്പോൾ ഉള്ളത് കോതമംഗലത്തുള്ള പോപ്പുലർ ഹ്യുണ്ടയുടെ ഷോറൂമിലാണ്. ഈ ഷോറൂം വരുന്നത് കോതമംഗലം ബൈപ്പാസിലാണ്. നമ്മുടെ കൂടെയുള്ളത് ഹ്യുണ്ടയുടെ എക്സ്റ്ററിൻ്റെ SX വേരിയൻ്റ് ആണെന്ന്. അപ്പോൾ ഈ വാഹനത്തെക്കുറിച്ച് കൂടുതൽ വിവരങ്ങൾ നമ്മൾക്ക് ഇവിടെയുള്ള സെയിൽസ് എക്സിക്യൂട്ടീവ് എൽദോസ് എക്സ്പ്ലെയിൻ ചെയ്യുന്നതാണ്. അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി വീഡിയോയിലേക്ക് സ്വാഗതം. നിങ്ങൾ ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. കൂടാതെ മറ്റുള്ളവരിലേക്കുമെല്ലാം ഒന്ന് വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. നമസ്കാരം, എൻ്റെ പേര് എൽദോസ്. ഞാനിപ്പോൾ പോപ്പുലർ ഹ്യുണ്ടയിൽ സെയിൽസ് കൺസൾട്ടൻ്റ് വർക്ക് ചെയ്യുന്നു. നമ്മളിപ്പോൾ ഉള്ളത് കോതമംഗലം പോപ്പുലർ ഹ്യുണ്ടയുടെ ഷോറൂമിലാണ് ഉള്ളത്. ഇന്ന് നമ്മുടെ ഒപ്പം ഉള്ളത് ഹ്യുണ്ടായി എക്സ്റ്റർ SX ഓപ്ഷൻ എന്ന വേരിയൻ്റ് ആണ്. അപ്പോൾ ഈ ഒരു വാഹനത്തിന് എന്തൊക്കെ പ്രത്യേകതകളുണ്ട് നമുക്ക് ഇന്നത്തെ വീഡിയോയിൽ നോക്കാം. അപ്പോൾ ഈ ഒരു വാഹനത്തിൻ്റെ ഫ്രണ്ടിലേക്ക് വരുമ്പോൾ ആദ്യമായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നതിൻ്റെ ഫ്രണ്ടിലുള്ള ഹ്യുണ്ടയുടെ H ഷേപ്പിലുള്ള ഒരു അലുമിനിയം ഫിനിഷിലുള്ള ലോഗോ ആണ്. അതിൻ്റെ താഴെ തന്നെ നമുക്കിവിടെ എക്സ്റ്റർ എന്ന് എഴുതിയ വലിയ ബാഡ്ജിങ്ങും കാണുവാനായിട്ട് സാധിക്കും. പിന്നീട് അതിന്റെ താഴെയായിട്ട് നമുക്ക് ബ്ലാക്ക് ഫിനിഷിലുള്ള ഗ്ലോസി കളറിലുള്ള ഗ്രില്ല് കാണാൻ സാധിക്കും. ഒരു EV ടൈപ്പ് ഗ്രില്ലാണ് ഇതിന് വരുന്നത്. ഈ സെൻട്രൽ പോർഷൻ ആണ് ഓപ്പൺ ആയിട്ട് വരുന്നത്. അതിന്റെ താഴെയായിട്ട് നമുക്ക് ബമ്പറിന്റെ പോർഷൻ കാണാൻ സാധിക്കും. അപ്പോൾ ഇതിന്റെ ഫ്രണ്ട് പോർഷനിൽ തന്നെ നമുക്കിവിടെ ഫസ്റ്റ് തന്നെ ഇതിന്റെ ഹെഡ്ലൈറ്റ് യൂണിറ്റ് നമുക്ക് ചെക്ക് ചെയ്യാൻ നോക്കാം. ഹെഡ്ലൈറ്റ് വരുന്ന പ്രൊജക്ടർ സെറ്റപ്പ് ആണ് ഇതിന് വരുന്നത്. ഇത് ഹാലജൻ പ്രൊജക്ടർ ലൈറ്റ് ആണ് വരുന്നത്. അതിന്റെ മുകളിലായിട്ട് നമുക്ക് ടേണിംഗ് ഇൻഡിക്കേറ്റർ വരുന്നുണ്ട്. അതിനുള്ളിൽ തന്നെ നമുക്ക് DRLs ഘടിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് നമുക്ക് ഹാൻഡ് ബ്രേക്ക് എടുക്കുമ്പോൾ തന്നെ ഈ ഒരു DRLs വർക്കിംഗ് ആവും. H ഷേപ്പിലുള്ള DRL ആണ് വരുന്നത് ഈ ഒരു വാഹനത്തിന്. അപ്പോൾ വാഹനത്തിന്റെ സൈഡിലേക്ക് വരുമ്പോൾ നമുക്ക് ഫസ്റ്റ് തന്നെ നമുക്ക് ടയറിന്റെ കാര്യങ്ങൾ എങ്ങനെ ചെക്ക് ചെയ്യാം. ടയർ വരുന്നത് 15 ഇഞ്ചിന്റെ ടയറാണ്. ടയർ പ്രൊഫൈൽ വരുന്നത് 175, 65, R15 ഇഞ്ചിന്റെ ഡയമണ്ട് കട്ട് അലോയ് വീൽസ് ആണ് നമുക്ക് ഈ ഒരു വേരിയന്റിൽ ലഭിക്കുന്നത്. പിന്നീട് നമുക്ക് ടേണിംഗ് ഇൻഡിക്കേറ്റേഴ്സ് നോക്കുകയാണെങ്കിൽ ഇതിന്റെ മുകളിലായിട്ടാണ് നമുക്ക് ടേണിംഗ് ഇൻഡിക്കേറ്റേഴ്സ് മിററിൽ തന്നെ ഘടിപ്പിച്ചിട്ടുണ്ട്. പിന്നെ ഇതിന്റെ സൈഡിൽ മുകളിലായി തന്നെ ഒരു ക്ലാഡിങ് വന്നിട്ടുണ്ട്. അത് ഇങ്ങോട്ട് കണക്റ്റഡ് ആയിട്ട് ബാക്ക് സൈഡ് വരെ കണക്റ്റഡ് ആയിട്ട് പോകുന്നുണ്ട്. അതൊരു SUV ലുക്ക് കിട്ടാൻ വേണ്ടിയാണ് അങ്ങനെ ഒരു ക്ലാഡിങ് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. പിന്നെ നമുക്ക് ഡോർ ഹാൻഡിൽ ചെക്ക് ചെയ്യുകയാണെങ്കിൽ ബോഡി കളർ ഡോർ ഹാൻഡിലാണ് വരുന്നത്. അതിൽ തന്നെ റിക്വസ്റ്റ് ബട്ടൺ നമുക്ക് ഓപ്പൺ ചെയ്യാൻ വേണ്ടി റിക്വസ്റ്റ് സെൻസർ നമുക്കിവിടെ നൽകിയിട്ടുണ്ട്. ഇതിൽ തന്നെ നമുക്ക് കീ കയ്യിൽ സൂക്ഷിച്ചാൽ മതി. ഇത് വെച്ചിട്ട് ഓപ്പൺ ചെയ്യാം. പിന്നെ ഇതിന് മുകളിലായിട്ട് വരുന്ന നമുക്ക് ഹൈറ്റ് തോന്നിക്കാൻ വേണ്ടി ഒരു മുകളിലായിട്ട് റൂഫ് റെയിൽ നൽകിയിട്ടുണ്ട്. റിയർ പോർഷൻ വരെ കണക്റ്റഡ് പോയിട്ടുണ്ട്. ബ്ലാക്ക് കളറിലാണ് നൽകിയിരിക്കുന്നത്. പിന്നെ ഇതിന്റെ ഗ്ലാസ് ഏരിയ എല്ലാം നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും വളരെ വൈഡ് ആയിട്ടാണ് നൽകിയിരിക്കുന്നത്. അപ്പോൾ റിയറിലിരിക്കുന്ന പാസഞ്ചേഴ്സിന് വളരെ ഈസി ആയിട്ട് ഔട്ട്സൈഡ് വ്യൂ കാര്യങ്ങളൊക്കെ ലഭിക്കുന്നതിന് വേണ്ടി ഒരു ക്വാർട്ടർ ഗ്ലാസ് നൽകിയിട്ടുണ്ട്. നമുക്ക് ഈ ഒരു പോർഷനിലെ സീ പില്ലറിലായിട്ട് നമുക്കിവിടെ ഗ്ലോസി കളറിലുള്ള ഡിസൈനും കാര്യങ്ങളെല്ലാം നൽകിയിട്ടുണ്ട്. ഈ ഒരു പോർഷനിൽ അവിടെ നിന്ന് തന്നെ നമുക്കിവിടെ ഗ്ലാസ് ഏരിയ ഈ ഒരു സൈഡിലായിട്ടാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ എക്സ്റ്ററിന്റെ റിയർ പോർഷൻ ചെക്ക് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഫസ്റ്റ് തന്നെ ഒന്ന് ഇവിടെ ഷാർപ്പ് ആന്റിന കാണുവാനായിട്ട് സാധിക്കും ഇതിന്റെ മുകളിലായിട്ട്. പിന്നെ നമുക്കൊരു സ്പോയിലർ വരുന്നുണ്ട്. അത് ഗ്ലോസി ബ്ലാക്ക് ഫിനിഷിലുള്ള റിയർ സ്പോയിലർ ഇതിന് ഇൻബിൽറ്റ് ആയിട്ട് വരുന്നുണ്ട്. അതിന്റെ താഴെയായിട്ട് നമുക്കിവിടെ ഹൈമൗണ്ടഡ് സ്റ്റോപ്പ് ലൈറ്റ് കാണുവാനായിട്ട് സാധിക്കും. പിന്നെ ഈ ഒരു ഗ്ലാസ്സിൽ തന്നെ ഡിഫോഗർ ലൈൻസ് വരുന്നുണ്ട്. പിന്നീട് നമുക്ക് റിയർ വൈപ്പറും വരുന്നുണ്ട് ഇൻബിൽറ്റ് ആയിട്ട്. പിന്നെ സേഫ്റ്റി സൈഡ് നോക്കുകയാണെങ്കിൽ നമുക്ക് 6 എയർ ബാഗ് സ്റ്റാൻഡേർഡ് ആയിട്ട് വരുന്നുണ്ട്. അത് എല്ലാ വേരിയന്റിലും നമുക്ക് അവൈലബിൾ ആണ് 6 എയർ ബാഗ്. ഇനി സൈഡ് പോർഷൻ നോക്കുകയാണെങ്കിൽ നമുക്കിവിടെ ഒരു H ഷേപ്പിലുള്ള LED ടെയിൽ ലൈറ്റ് ആണ് എക്സ്റ്ററിന് വരുന്നത്. പിന്നെ അതിന്റെ സെന്റർ പോർഷനിലായിട്ട് നമുക്ക് കണക്റ്റഡ് ആയിട്ടുള്ള ഒരു ഗ്ലോസി ബ്ലാക്ക് ഫിനിഷിലുള്ള ഒരു പാനൽ കാണാൻ സാധിക്കും. അതിന്റെ നടുക്കായിട്ട് തന്നെ ഹ്യുണ്ടായുടെ ആ ഒരു എംബ്ലം പ്ലേസ് ചെയ്തിട്ടുണ്ട്. ഈ ഒരു പോർഷനിലായിട്ട് നമുക്കിവിടെ എക്സ്റ്ററിന്റെ ഒരു ബാഡ്ജിങ് നൽകിയിട്ടുണ്ട്. അതിന്റെ താഴെ തന്നെ 2 റിവേഴ്സ് പാർക്കിംഗ് സെൻസറും നൽകിയിട്ടുണ്ട്. അതിന്റെ താഴെയായിട്ടാണ് നമുക്ക് നമ്മുടെ സ്കിഡ് പ്ലേറ്റും അതുപോലെ ബമ്പർ പോർഷനും കാര്യങ്ങളെല്ലാം വരുന്നത്. അതിൽ തന്നെ 2 റിഫ്ലക്ടർ കാര്യങ്ങളെല്ലാം നൽകിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിന്റെ ബൂട്ട് സ്പേസ് എത്രയുണ്ടെന്ന് ചെക്ക് ചെയ്ത് നോക്കാം. എക്സ്റ്ററിന്റെ ബൂട്ട് സ്പേസ് ആണ് ഈ സെഗ്മെന്റിൽ ഏറ്റവും കൂടുതൽ ബൂട്ട് സ്പേസ് ഉള്ള വണ്ടിയാണ്. 391 ലിറ്റർ ആണ് ഈ ഒരു വാഹനത്തിന്റെ ബൂട്ട് സ്പേസ് വരുന്നത്. നമുക്ക് പാർസലിന്റെ കാര്യങ്ങളെല്ലാം തന്നെ ഇൻബിൽറ്റ് ആയിട്ട് വരുന്നുണ്ട്. പിന്നെ എക്സ്റ്ററിന്റെ ഒപ്പം തന്നെ ഇൻബിൽറ്റ് മാറ്റ് കമ്പനി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്.
ഇതിന്റെ സ്പെയർ ടയർ നോക്കുകയാണെങ്കിൽ 15 ഇഞ്ചിന്റെ സ്പെയർ നോർമൽ ടയർ നമുക്ക് 15 ഇഞ്ചാണ്, സ്പെയർ ടയർ 1 ഇഞ്ച് കുറവായിരിക്കും. 14 ഇഞ്ചിന്റെ ടയറാണ് ഇതിന്റെ സ്പെയർ ടയറായിട്ട് വരുന്നത്. പിന്നെ സൈഡിൽ നമുക്ക് ഇവിടെ റൂം ലാമ്പ് കൂടെ കാണാനായിട്ട് സാധിക്കും ഈ ഒരു വശത്തായിട്ട്. ഓക്കെ. പിന്നെ സീറ്റ് എല്ലാം തന്നെ നമുക്ക് ബെഞ്ച് ഫോൾഡിംഗ് ആണ് വരുന്നത്. 60/40 അവൈലബിൾ അല്ല, ബെഞ്ച് ഫോൾഡിംഗ് ആണ് വരുന്നത്. അപ്പോൾ ഈ ഒരു വാഹനത്തിന് 390 ലിറ്റർ നമുക്കിവിടെ ബൂട്ട് സ്പേസ് അവൈലബിൾ ആണ്. ഇത് കൂടാണ്ട് നിങ്ങൾക്ക് കൂടുതൽ സാധനങ്ങൾ ലോഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു സീറ്റ് ഇവിടെ ഫോൾഡ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ ഇതിങ്ങനെ ഫോൾഡ് ചെയ്യണമെങ്കിൽ നമുക്ക് മാക്സിമം ലഗേജ് ഇങ്ങനെ വെക്കാനായിട്ട് സാധിക്കും. ഫ്ലാറ്റ് ആയിട്ടാണ് വരുന്നത്. കൂടുതൽ ലഗേജ് നമുക്ക് കൊണ്ടുപോകാനായിട്ട് സാധിക്കും 2 പാസഞ്ചേഴ്സ് ഉള്ളതെന്നുണ്ടെങ്കിൽ. കൂടാതെ ഈ ഒരു വാഹനത്തിനകത്ത് നമുക്ക് ഇൻബിൽറ്റ് ആയിട്ട് റിവേഴ്സ് ക്യാമറ ഇവിടെ അവൈലബിൾ ആണ്. അപ്പോൾ ഈ ഒരു വാഹനത്തിന് ഈ ഒരു സ്മാർട്ട് കീ ആണ് വരുന്നത്. ഈ ഒരു കീ നമ്മൾ കയ്യിൽ സൂക്ഷിച്ചാൽ മതി. അതിനുശേഷം ഈ ഒരു ബട്ടൺ പ്രസ് ചെയ്തുകൊണ്ട് നമുക്ക് വാഹനം ഓപ്പൺ ചെയ്യാനായിട്ട് സാധിക്കും. ഡോറെല്ലാം തന്നെ നല്ല ബിൽഡ് ക്വാളിറ്റിയുള്ള ഡോറാണ് വരുന്നത് എക്സ്റ്റർന്. പിന്നെ ഡോറിൽ എന്തൊക്കെ കൺട്രോൾസ് ഉണ്ടെന്ന് നോക്കാം. ഫസ്റ്റ് തന്നെ നമുക്കിവിടെ ഈ ടോഗിൾ ചെയ്യാനുള്ള ലെഫ്റ്റ് റൈറ്റ് മിററിന്റെ അഡ്ജസ്റ്റ്മെന്റിനുള്ള ബട്ടൺ വരുന്നുണ്ട്. പിന്നെ മിറർ ഫോൾഡിങ്ങിനുള്ള ബട്ടൺ ഉണ്ട്. സെന്റർ ലോക്ക്, അൺലോക്ക്, പിന്നെ 4 ഡോർ പവർ വിൻഡോ, പിന്നെ പിഞ്ച് ഫംഗ്ഷൻ. ഇതിൽ ലോക്ക് ചെയ്ത് വെക്കുകയാണെങ്കിൽ റിയറിൽ നമുക്ക് വിൻഡോ ലോക്ക് ചെയ്ത് ഇത് മൂവ് ചെയ്യാണ്ട് ഇത് ലോക്ക് ചെയ്യാനായിട്ട് സാധിക്കും കുട്ടികളുള്ള സമയത്ത്. പിന്നെ അതിന് താഴെയായിട്ട് നമുക്ക് ബോട്ടിൽ ഹോൾഡേഴ്സ് വരുന്നുണ്ട്. ഇതിന്റെ താഴെയായിട്ട് നമുക്ക് സ്പീക്കർ കാര്യങ്ങളെല്ലാം ഇൻബിൽറ്റ് ആയിട്ട് വരുന്നുണ്ട്. ഇതാണ് ഇതിന്റെ ഡോർ ഹാൻഡിൽസ് വരുന്നത്. സെന്റർ ലോക്കിംഗ് രീതിയിൽ തന്നെ നമുക്ക് ചെയ്യാനായിട്ട് സാധിക്കും. ഈ രീതിയിലാണ് ഓപ്പൺ ചെയ്യുന്നത്. എക്സ്റ്ററിൽ വരുന്ന സീറ്റ് ഹൈറ്റ് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന സീറ്റാണ് വരുന്നത്. നമുക്കിവിടെ ചെക്ക് ചെയ്യാൻ സാധിക്കും. മാനുവൽ ഹൈറ്റ് അഡ്ജസ്റ്റ്മെന്റ് ആണ് വരുന്നത്. പിന്നീട് നമുക്കിവിടെ ഈ ഒരു പോർഷൻ ചെക്ക് ചെയ്യുകയാണെങ്കിൽ നമുക്ക് സ്റ്റാർട്ട് സ്റ്റോപ്പ് ബട്ടൺ വരുന്നുണ്ട്. അതിന്റെ താഴെ ട്രാക്ഷൻ ഓണും ഓഫും ചെയ്യാനുള്ള ബട്ടൺ ഉണ്ട്. ഹെഡ്ലൈറ്റ് ലെവൽ അഡ്ജസ്റ്റ്മെന്റ് ഉള്ള ബട്ടൺ ഉണ്ട്. അപ്പോൾ ഇതിന്റെ ഇന്റീരിയർ പോർഷനിലേക്ക് വരുമ്പോൾ നമുക്ക് ഫസ്റ്റ് തന്നെ ഇതിന്റെ ഒരു ലെതർ റാപ്പഡ് സ്റ്റിയറിംഗ് വീല് നമുക്കിവിടെ കാണുവാനായിട്ട് സാധിക്കും. ഇതിനകത്ത് തന്നെ നമുക്ക് ക്രൂയിസ് കൺട്രോൾ വരുന്നുണ്ട്. അതിന്റെ സ്പീഡ് അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ബട്ടൺസ് വരുന്നുണ്ട്. ഓക്കെ ബട്ടൺ വരുന്നുണ്ട്. പിന്നെ നമുക്ക് മെനു ടോഗിൾ ചെയ്യാനുള്ള ബട്ടൺ വരുന്നുണ്ട്. പിന്നെ ഇടതുവശത്തായിട്ട് നമുക്കിവിടെ മോഡ്, വോയിസ് കമാൻഡിനുള്ള ബട്ടൺ, വോളിയം കൂട്ടാനും കുറയ്ക്കാനും, മ്യൂട്ട് ചെയ്യാം, കോൾ അറ്റൻഡ് ചെയ്യാനുള്ള ബട്ടൺസും ഫേവറേറ്റ് ബട്ടണും വരുന്നുണ്ട്. റൗണ്ട് ടൈപ്പ് സ്റ്റിയറിംഗ് വീലാണ് ഇതിന് വരുന്നത്. ഇനി ഹെഡ്ലൈറ്റിന്റെ കൺട്രോൾസ് ഇവിടെ ചെക്ക് ചെയ്യുകയാണെങ്കിൽ നമുക്കിവിടെ ഓട്ടോ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. ഓട്ടോയിലൂടെ ആണെങ്കിൽ ഹെഡ്ലൈറ്റ് ലൈറ്റ് പോണ സമയത്ത്, സൺലൈറ്റ് പോണ സമയത്ത് ഓട്ടോമാറ്റിക്കലി ഹെഡ്ലൈറ്റ് ഓൺ ആവും. പിന്നീട് അതിന്റെ മുകളിലായിട്ട് DRLs ഓൺ ആകാനുള്ള ഓപ്ഷൻ ഉണ്ട്. പിന്നെ ഹെഡ്ലൈറ്റ് ഓൺ ആക്കാനുള്ള ഓപ്ഷൻ. ഇടതുവശത്തായിട്ട് നമുക്ക് വൈപ്പറിന്റെ കൺട്രോൾസ് ആണ് വരുന്നത്. പിന്നെ നമുക്ക് സെന്റർ പോർഷൻ ഒക്കെ ചെക്ക് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഇവിടെ ഇതാണ് നമുക്ക് ഹാൻഡ് ബ്രേക്കിന്റെ ഒരു ഓപ്ഷൻ വരുന്നത്. ഈ ഒരു രീതിയിലാണ് വരുന്നത്. ഇതാണ് നമ്മുടെ 5 സ്പീഡ് ട്രാൻസ്മിഷൻ വരുന്നത്. ഇതിന്റെ ഇപ്പുറവശത്തായിട്ട് നമുക്കിവിടെ വയർലെസ് ചാർജറിനുള്ള ഓപ്ഷൻ ഉണ്ട്. വയർലെസ് ചാർജർ, അതുപോലെ ഫാസ്റ്റ് ചാർജർ കണക്ട് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. C2C കേബിള് സപ്പോർട്ട് ചെയ്യും. പിന്നെ USB സപ്പോർട്ട് ചെയ്യുന്ന കാര്യങ്ങളെല്ലാം വരുന്നുണ്ട്. പിന്നെ നമുക്ക് AC ചെക്ക് ചെയ്യുകയാണെങ്കിൽ ഓട്ടോമാറ്റിക് ക്ലൈമറ്റ് കൺട്രോൾ AC ആണ് വരുന്നത്. അത് വണ്ടി സ്റ്റാർട്ട് ചെയ്തിട്ട് കാണിച്ചു തരാം. അപ്പോൾ ഈ രീതിയിലാണ് വരുന്നത്. ഇപ്പോൾ ഓട്ടോ എന്ന ബട്ടൺ നമ്മൾ ഞെക്കുവാണെങ്കിൽ ഓട്ടോമാറ്റിക് ക്ലൈമറ്റ് കൺട്രോൾ വർക്ക് ചെയ്യും. ഇതിൽ തന്നെ ഫാനിന്റെ സ്പീഡ് കാര്യങ്ങളെല്ലാം നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം. ഇത് നമുക്ക് ടെമ്പറേച്ചർ, ഫാനിന്റെ സ്പീഡ് ഇവിടെ, അതുപോലെ ടെമ്പറേച്ചർ ഇവിടെ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. പിന്നെ ഫ്രണ്ട് റിയർ മിസ്റ്റ് വരുവാണെങ്കിൽ അത് കളയാനുള്ള ബട്ടൺസും കാര്യങ്ങളെല്ലാം ഉണ്ട്. ഇത് AC-ന്റെ കൺട്രോൾസിനുള്ള ബട്ടൺ. മുകളിലായിട്ട് ഹസാർഡ് ലൈറ്റിന്റെ സ്വിച്ച് വരുന്നുണ്ട്. പിന്നെ സൈഡിലായിട്ട് നമുക്ക് AC-ന്റെ ബ്ലോവറിന്റെ ഇത് അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ഇത് വരുന്നുണ്ട്. അത് നമുക്ക് ഇതിൽ ഇൻഫോർടൈൻമെന്റ് സിസ്റ്റം നോക്കുകയാണെന്നുണ്ടെങ്കിൽ 8 ഇഞ്ചിന്റെ ഒറ്റ കണക്റ്റഡ് ആയിട്ടുള്ള ഒരു ഇൻഫോർടൈൻമെന്റ് സിസ്റ്റം ആണ് വരുന്നത്. ഇതിനകത്ത് നല്ല ഒതുങ്ങിയ രീതിയിലാണ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. പിന്നെ ഇതിൽ നമുക്ക് ഓപ്ഷൻസ് നോക്കുകയാണെങ്കിൽ നല്ല ടച്ച് റെസ്പോൺസ് തന്നെ വളരെ ഫാസ്റ്റ് ആണ്. DRVM എന്ന ഓപ്ഷൻ ഉണ്ട്. ഫുൾ ടൈം നമുക്ക് വേണമെങ്കിൽ ഇതിനകത്ത് ക്യാമറ ഓൺ ആക്കി ഇടാനുള്ള ഓപ്ഷൻ ഉണ്ട് DRVM എടുക്കുകയാണെങ്കിൽ. പിന്നെ ഫോൺ പ്രൊജക്ഷൻ, നമ്മുടെ ഫോൺ മിററിംഗ് ഫംഗ്ഷൻ എല്ലാം വരുന്നുണ്ട്. റേഡിയോ ഇൻബിൽറ്റ് ആയിട്ട് വരുന്നുണ്ട്. പിന്നെ നമുക്ക് ഇതിനകത്ത് മീഡിയയിൽ പോവുകയാണെങ്കിൽ ബ്ലൂടൂത്ത് ഓഡിയോ, USB മ്യൂസിക്, ആപ്പിൾ കാർപ്ലേ, FM, AM ഇതെല്ലാം തന്നെ സപ്പോർട്ട് ചെയ്യും. പിന്നെ ഇത് നിങ്ങളുടെ കണക്റ്റഡ് ആയിട്ടാണ് പോകുന്നത് ഇൻഫോർടൈൻമെന്റ് സിസ്റ്റത്തിന്റെ അവിടം വരെ. നമുക്ക് ഈ സിസ്റ്റം നോക്കുകയാണെങ്കിൽ വലിയ ഒരു ഡിജിറ്റൽ സ്ക്രീനാണ് ഇതിന് വരുന്നത്. ഇൻഫോർടൈൻമെന്റ് സിസ്റ്റം സൈഡിൽ തന്നെ നമുക്ക് ഡിജിറ്റൽ ക്ലസ്റ്റർ കാണാൻ സാധിക്കും. അതിൽ തന്നെ നമുക്ക് വാണിംഗ് കാര്യങ്ങളെല്ലാം അറിയാൻ സാധിക്കും. ഹെഡ്ലൈറ്റിന്റെ അഡ്ജസ്റ്റ്മെന്റ് കാര്യങ്ങൾ, പിന്നെ നമ്മുടെ ടയർ പ്രഷർ, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇതിൽ തന്നെ കാണാൻ പറ്റും. ടയർ പ്രഷർ വണ്ടിക്ക് എത്ര ടയർ പ്രഷർ ഉണ്ട്, പിന്നെ നമുക്ക് RPM വലതുവശത്തായിട്ട് കാണാൻ സാധിക്കും. ഇടതുവശത്തായിട്ട് സ്പീഡ് കാര്യങ്ങളെല്ലാം അറിയാം. ഫ്യൂവലിന്റെ കാര്യങ്ങളെല്ലാം കംപ്ലീറ്റ് കാര്യങ്ങൾ ഈ ഒരു വലിയ സ്ക്രീനിൽ കാണാൻ സാധിക്കും. ഇതിന്റെ കളർ തീം നമുക്ക് 3 രീതിയിൽ സെറ്റ് ചെയ്യാൻ പറ്റും.
എക്സ്റ്ററിന്റെ സേഫ്റ്റി സൈഡിലേക്ക് വരുമ്പോൾ നമുക്ക് 6 എയർ ബാഗ് വരുന്നുണ്ട് സ്റ്റിയറിംഗിലും, അതുപോലെ തന്നെ നമുക്ക് ഡാഷ്ബോർഡിലും, സീറ്റിന്റെ 2 വശത്തും, പിന്നെ കർട്ടൻ എയർ ബാഗ്, അങ്ങനെ 6 എയർ ബാഗാണ് വരുന്നത് സ്റ്റാൻഡേർഡ് ആയിട്ട്. പിന്നെ ABS, EBD, ഹിൽ അസിസ്റ്റ് കൺട്രോള്, വെഹിക്കിൾ സ്റ്റെബിലിറ്റി മാനേജ്മെന്റ്, ഇതെല്ലാം തന്നെ സ്റ്റാൻഡേർഡ് ആയിട്ട് വരുന്നുണ്ട്. പിന്നെ നമുക്ക് ഇതിനകത്ത് ഇതിന്റെ ഈ ഒരു പോർഷൻ ചെക്ക് ചെയ്യുകയാണെങ്കിൽ നമുക്കിവിടെ മാപ്പ് ലാമ്പ് കാണാനായിട്ട് സാധിക്കും. പിന്നെ ഇവിടെ നമുക്ക് വാനിറ്റി മിറർ കാര്യങ്ങളെല്ലാം വരുന്നുണ്ട് കോ പാസഞ്ചറിന്റെ സൈഡിൽ. പിന്നെ ഈ ഒരു ബട്ടൺ നമ്മൾ വൺ ടച്ച് പ്രസ് ചെയ്യുക, ഓൺ ചെയ്തിട്ട് വൺ ടച്ച് പ്രസ് ചെയ്യുകയാണെങ്കിൽ നമുക്കിവിടെ സൺറൂഫ് ഓപ്പൺ ആക്കാൻ സാധിക്കും. അപ്പോൾ ഈ രീതിയിലുള്ള സൺറൂഫ് കാര്യങ്ങളെല്ലാം ഇതിന് വരുന്നുണ്ട്. പിന്നെ നമുക്കിവിടെ ഇൻബിൽറ്റ് മൈക്കിനുള്ള ഒരു ഓപ്ഷനാണ് ഇതിൽ നൽകിയിരിക്കുന്നത്. ഇൻബിൽറ്റ് മൈക്ക് വരുന്നുണ്ട് വോയിസ് കമാൻഡ് കൊടുക്കാൻ വേണ്ടിയിട്ട്. പിന്നെ ഇതിന്റെ എക്സ്റ്ററിന്റെ ഗിയർ നമുക്ക് ഇതിന് 2 ഗിയർ ബോക്സ് ആണ് വരുന്നത്. ഒരു AMT MT വരുന്നുണ്ട്. ഇതിപ്പോ മാനുവലാണ് വരുന്നത്. ഇതിന്റെ തന്നെ ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷനും വരുന്നുണ്ട്. അതും 5 സ്പീഡ് തന്നെയാണ് ഗിയർ ബോക്സ് വരുന്നത്. അപ്പോൾ കമ്പനി ഇതിന് ക്ലെയിം ചെയ്യുന്ന മൈലേജ് എന്ന് പറഞ്ഞാൽ 19 km/ലിറ്റർ ആണ്. ഈ ഓട്ടോമാറ്റിക്കിനും മാനുവലിനും ഒരേ മൈലേജ് തന്നെയാണ് വരുന്നത്. അപ്പോൾ ഇതിന്റെ റിയറിലേക്ക് വരുമ്പോൾ ഈ എക്സ്റ്ററിന്റെ റിയർ പോർഷൻ ചെക്ക് ചെയ്യാം. നമുക്ക് ഇന്റീരിയറിൽ വരുന്നത് റിയറിൽ AC വെന്റ് വരുന്നുണ്ട്. റിയറിൽ പാസഞ്ചേഴ്സിന് വേണ്ടി 2 AC വെന്റ് വരുന്നുണ്ട്. അതിന്റെ സ്പീഡ് ഇവിടെ അഡ്ജസ്റ്റ് ചെയ്യാനും സാധിക്കും. അതിന്റെ താഴെ തന്നെ നമുക്കിവിടെ ചാർജിങ്ങിനുള്ള ഒരു പോർഷൻ കൊടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് ഈ ഒരു സീറ്റിന്റെ പോർഷൻ റിയർ ബാക്ക് വശം എല്ലാം തന്നെ ഇങ്ങനെ ഒരു സ്കൂപ്പ് ചെയ്ത രീതിയിലാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് മുട്ട് തട്ടുന്ന പ്രശ്നമോ കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. പിന്നെ തൈ സപ്പോർട്ട് എല്ലാം തന്നെ വളരെ നല്ല രീതിയിലുണ്ട്. കാലിന് സപ്പോർട്ട് വരുന്ന ഒരു സീറ്റ് കാര്യങ്ങളെല്ലാം നൽകിയിരിക്കുന്നത്. ഫാബ്രിക് സീറ്റാണ് വരുന്നത്. പിന്നെ നമുക്ക് ഇതിന്റെ ഡോറിന്റെ കൺട്രോൾസ് നോക്കുവാണെങ്കിൽ നമുക്ക് റിയറിലും പവർ വിൻഡോ കാര്യങ്ങളെല്ലാം വരുന്നുണ്ട്. സ്പീക്കർ വരുന്നുണ്ട്. പിന്നെ മുകളിലായിട്ട് നമുക്ക് ഹാൻഡിൽ തന്നെ ഈ രീതിയിലാണ് കൊടുത്തിരിക്കുന്നത്. നമുക്കിവിടെ കോട്ട് ഹാങ് ചെയ്യാനുള്ള ഹാങ്ങറും വരുന്നുണ്ട്. പിന്നെ സെൻട്രലായിട്ട് നമുക്കിവിടെ ഒരു ലാമ്പ് വരുന്നുണ്ട്. പിന്നെ റിയർ പാസഞ്ചേഴ്സിന് വേണ്ടി 2 അഡ്ജസ്റ്റബിൾ ഹെഡ് റെസ്റ്റ് നൽകിയിട്ടുണ്ട്. ഇവിടെ 2 വശത്തിരിക്കുന്ന പാസഞ്ചേഴ്സിനും അഡ്ജസ്റ്റബിൾ ഹെഡ് റെസ്റ്റ് നൽകിയിട്ടുണ്ട്. പിന്നെ നമുക്ക് സെൻട്രൽ പാസഞ്ചറിന് വേണ്ടിയുള്ള ആ ഒരു സീറ്റ് ബെൽറ്റും ഇവിടെ നൽകിയിട്ടുണ്ട്. സേഫ്റ്റി സൈഡ് എല്ലാം തന്നെ അതുകൊണ്ട് തന്നെ വളരെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള വെഹിക്കിളാണ് എക്സ്റ്റർ. അപ്പോൾ ഹെഡ് റൂം എല്ലാം തന്നെ വളരെ നല്ല രീതിയിലുണ്ട്. എത്ര ഹൈറ്റ് ഉള്ള ആൾക്കാർക്കും നല്ല രീതിയിൽ ഇരിക്കാനുള്ള ഹെഡ് റൂം കാര്യങ്ങളെല്ലാം എക്സ്റ്ററിൽ വരുന്നുണ്ട്. അപ്പോൾ എക്സ്റ്ററിൽ വരുന്ന എഞ്ചിൻ എന്ന് പറഞ്ഞാൽ 1.2 ലിറ്റർ നാച്ചുറലി ആസ്പിറേറ്റർ കാപ്പ എഞ്ചിനാണ് വരുന്നത്. 4 സിലിണ്ടർ ആണ് ഉള്ളത്. ഈ ഒരു എഞ്ചിൻ നിലവിൽ 5 വാഹനത്തിൽ ഷെയർ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ ഒരു എഞ്ചിന്റെ പവർ ഔട്ട്പുട്ട് നോക്കുകയാണെങ്കിൽ 6000 RPM 83 bhp ആണ് ഇതിന്റെ പവർ വരുന്നത്. അതുപോലെ 4000 RPM 113 എന്ന ടോർക്കും ഈ ഒരു എഞ്ചിൻ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. ഈ സെഗ്മെന്റിൽ ഏറ്റവും കൂടുതൽ പവർഫുൾ ആയിട്ടുള്ള വെഹിക്കിൾ ആണിത്. ഓക്കെ, ഈ ഒരു എക്സ്റ്ററിന് ഹ്യുണ്ടായി 3 വർഷം അൺലിമിറ്റഡ് കിലോമീറ്റർ വാറണ്ടി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അത് കൂടാണ്ട് നമുക്ക് 3 വർഷം റോഡ് സൈഡ് അസിസ്റ്റൻസ് ആഡ് ചെയ്യാൻ പറ്റും. പിന്നീട് 5 വർഷത്തെ SOT എന്ന പാക്കേജ് ഉണ്ട്. റണ്ണിങ് എന്നാൽ നമ്മുടെ യൂസ് ചെയ്യുമ്പോൾ ഡിപ്രീസിയേഷൻ ഉള്ള പാർട്സിനുള്ള ഒരു കവറേജ് ഉണ്ട്. കൂടാണ്ട് നമ്മുടെ നിലവിലുള്ള 3 വർഷത്തെ വാറണ്ടി 4 വർഷം ആഡ് ചെയ്തിട്ട് 7 വർഷം വരെ നമുക്ക് വാറണ്ടി എക്സ്റ്റെൻഡ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. പിന്നെ നമുക്ക് 5 വർഷത്തെ നമ്മുടെ മെയിൻ്റനൻസിനുള്ള പാക്കേജ്, എന്നാൽ നമ്മുടെ പീരിയോഡിക് സർവീസിനുള്ള പാക്കേജ് ഉണ്ട്, സൂപ്പർ SOT എന്ന് പറഞ്ഞാൽ. അത് നമുക്ക് ഈ ഒരു വാഹനത്തിന് കിട്ടുന്നതാണ്. 5 വർഷം വരെ അത് ആഡ് ചെയ്തെടുക്കാനായിട്ട് സാധിക്കും. പിന്നെ ഈ ഒരു വാഹനത്തിന്റെ മൈലേജ്, ഈ ഒരു എക്സ്റ്ററിന്റെ മൈലേജ് കമ്പനി പറയുന്ന 19 km/ലിറ്റർ ആണ്. ഓട്ടോമാറ്റിക്കിനും മാനുവലിനും സെയിം മൈലേജ് തന്നെയാണ് ലഭിക്കുന്നത്. എക്സ്റ്ററിന്റെ SX ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ ഈ ഒരു വേരിയന്റ് ഓൺ റോഡ് പ്രൈസ് വരുന്ന 10,60,000 രൂപയാണ്. ഇതിന്റെ ടോപ്പിന്റെ തൊട്ട് താഴെയുള്ള വേരിയന്റ് ആണ് ഈ SX ഓപ്ഷൻ. ഇതിന്റെ മുകളിൽ SX ഓപ്ഷൻ കണക്ട് എന്ന് പറഞ്ഞ വേരിയന്റ് ഉണ്ട്. അത് വരുമ്പോൾ 11,40,000 രൂപ നമുക്ക് ഓൺ റോഡ് കോസ്റ്റ് വരും. എക്സ്റ്ററിന്റെ ബേസ് വേരിയന്റ് മാനുവൽ പ്രൈസ് സ്റ്റാർട്ട് ചെയ്യുന്ന 7,26,000 ആണ് ഓൺ റോഡ് കോസ്റ്റ് വരുന്നത്. സെക്കൻഡ് വേരിയന്റ് ആണെങ്കിൽ നമുക്ക് 8,85,000 രൂപ വരും. തേർഡ് വേരിയന്റ് SX പോവുകയാണെങ്കിൽ 9,69,000 രൂപ വരും. അത് കഴിഞ്ഞിട്ടുള്ള വേരിയന്റ് ആണ് SX ഓപ്ഷൻ, പിന്നെ SX ഓപ്ഷൻ കണക്ട്. ഇത്രയും വേരിയൻസ് ആണ് എക്സ്റ്ററിന് വരുന്നത്. സെക്കൻഡ് വേരിയന്റ് തൊട്ട് നമുക്ക് ഓട്ടോമാറ്റിക് അവൈലബിൾ ആണ്. രണ്ടാമത്തെ വേരിയന്റ് S ആണ്. S ഓട്ടോമാറ്റിക് വരുമ്പോൾ നമുക്ക് ഏകദേശം 9,70,000 രൂപ കോസ്റ്റ് വരും. അതിന്റെ നെക്സ്റ്റ് ഓട്ടോമാറ്റിക് എടുക്കുമ്പോൾ 70,000 കൂടിയിട്ട് 10,40,000 രൂപ നമുക്ക് ഓൺ റോഡ് കോസ്റ്റ് വരുന്നുണ്ട്. അപ്പോൾ ഇതാണ് ഇതിന്റെ പ്രൈസിങ്ങിന്റെ ഡീറ്റെയിൽസ്. ഇപ്പോൾ ഓണത്തിന്റെ ഓഫറും കാര്യങ്ങളെല്ലാം സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എക്സ്റ്റർ വാങ്ങാൻ പറ്റിയ ബെസ്റ്റ് ടൈമാണ് ഇപ്പോൾ. ഓക്കെ, അപ്പോൾ ഈ ഒരു എക്സ്റ്റർ ആയിട്ട് ബന്ധപ്പെട്ട് എന്ത് ഡൗട്ട്സോ കാര്യങ്ങളോ ഉണ്ടെങ്കിലും പോപ്പുലർ ഹ്യുണ്ടായിൽ കോൺടാക്ട് ചെയ്യാം. നിങ്ങൾക്ക് കോതമംഗലം ബ്രാഞ്ചിലെ, ഇപ്പോൾ നമ്മൾ സംസാരിക്കുന്ന കോതമംഗലം ബ്രാഞ്ചിൽ നിന്നാണ്. ഈ ഒരു വെഹിക്കിളിന്റെ ടെസ്റ്റ് ഡ്രൈവ് കാര്യങ്ങളെല്ലാം നമുക്ക് ഓൾ കേരള അവൈലബിൾ ആണ്. ഓൾ കേരള ഏത് ലൊക്കേഷനിലാണ് നമ്മൾ ടെസ്റ്റ് ഡ്രൈവ് അറേഞ്ച് ചെയ്ത് കൊടുക്കും.
ഡെലിവറി എല്ലാ കാര്യങ്ങളും ഓൺലൈൻ എല്ലാ കാര്യങ്ങളും നമ്മൾ ഓൾ കേരള അറേഞ്ച് ചെയ്ത് കൊടുക്കുന്നതാണ്. അപ്പോൾ എന്ത് ഡൗട്ട്സോ കാര്യങ്ങളുണ്ടെങ്കിലും ഞാൻ നമ്പറിൽ കോൺടാക്ട് ചെയ്യാം. നമ്പർ ഈ വീഡിയോ താഴെ കൊടുക്കുന്നതാണ്. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ ഈ ഒരു വാഹനത്തിൻ്റെ വിശേഷങ്ങൾ. മറ്റൊരു വീഡിയോയിൽ കാണാം. എല്ലാവർക്കും നന്ദി, നമസ്കാരം. നിങ്ങൾക്കെല്ലാം ഈ വീഡിയോ ഇഷ്ടമായി എന്ന് കരുതുന്നു. ഹ്യുണ്ടായ് എക്സ്റ്ററിനെ കുറിച്ചോ ഹ്യുണ്ടായുടെ മറ്റുള്ള വാഹനങ്ങളെക്കുറിച്ചോ കൂടുതലായിട്ട് എന്തെങ്കിലും അറിയണമെന്നുണ്ടെങ്കിലോ ടെസ്റ്റ് ഡ്രൈവ് ബുക്കിങ്ങുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിലോ നിങ്ങൾക്ക് ഹ്യുണ്ടായുടെ ഷോറൂമിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. കോതമംഗലം ഷോറൂമിൻ്റെ നമ്പർ നമ്മൾ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ വീഡിയോ കണ്ട എല്ലാവർക്കും വളരെയധികം നന്ദി. നിങ്ങൾ ആദ്യമായിട്ടാണ് നമ്മുടെ ചാനലിൽ വീഡിയോ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. കൂടാതെ മറ്റുള്ളവരിലേക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. നമുക്ക് മറ്റൊരു പുതിയ വീഡിയോയുമായി വീണ്ടും കാണാം. അതുവരെ എല്ലാവരും ടേക്ക് കെയർ. ബൈ.